നീഹാരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആര്യയാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഓണം കെങ്കേമമാക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. അത്തപ്പൂവിടുന്നതിൽ പ്രാദേശികമായ രീതി വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. മൂന്നാം ദിനമായ ചോതി ദിനത്തിൽ 3 നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിക്കുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ പൂക്കളത്തിൽ ഉപയോഗിക്കുന്നതും ചോതിനാൾ മുതലാണ്. ഉത്രാടത്തിൻ നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലുള്ള പൂക്കളമാണ് ഒരുക്കേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി 10-ാം ദിവസം 10 നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ചാണകം മെഴുകിയ വെറും നിലം കൂടാതെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചാണകം മെഴുകിയ ചെറു മണ്ഡപവും പൂവിടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. തിരുവോണ ദിവസം രാവിലെ പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശി അതിൻ്റെ പുറത്ത് നാക്കിലയിട്ട് മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും. ചതയം വരെ ദിവസത്തിൽ 3 നേരവും പൂജയുണ്ട്. ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കി പ്രതിഷ്ഠ ഇളക്കുന്നു. ചാണകം മെഴുകിയ ചെറു മണ്ഡപത്തിനു മധ്യത്തിൽ തുമ്പയും മുക്കുറ്റിയും. കൂടെ ചോതി ദിനത്തിലെ റാണി ചുവന്ന ചെമ്പരത്തിപ്പൂവും അലങ്കരിച്ചു. ചുറ്റും വാടാമുല്ല പൂക്കൾ നിറച്ചു. 2-ാം ചുറ്റിനായി ചുവന്ന തെറ്റിപ്പൂക്കൾ അലങ്കരിച്ചു. ചുറ്റും വെള്ളമന്ദാരങ്ങൾ കാവലായി. അങ്ങനെ ചോതി ദിനത്തിലെ പൂക്കളം തയ്യാറായി. ചിത്തിര ദിനത്തിൽ പൂക്കളം തുമ്പയ്ക്കൊപ്പമായിരുന്നെങ്കിൽ ചോതി ദിനത്തിലെ പൂക്കളം ചുവന്ന ചെമ്പരത്തിപ്പെണ്ണിനൊപ്പമായി.